പുകഴ്ത്തി മുതിർന്ന കോൺഗ്രസ് നേതാവ് ദിഗ്വിജയ് സിംഗ്. RSSന്റെ താഴേക്കിടയിൽ പ്രവർത്തിച്ചയാളാണിപ്പോൾ പ്രധാനമന്ത്രിയെന്നും ദിഗ്വിജയ് സിംഗ് പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, LK അദ്വാനി എന്നിവർ ഇരിക്കുന്ന ചിത്രം പങ്കുവച്ചാണ് എക്സ്പോസ്റ്റ്. എന്നാൽ RSSനെ പുകഴ്ത്തിയെന്ന റിപ്പോർട്ട് തള്ളി ദിഗ്വിജയ് സിംഗ് രംഗത്തെത്തി. താൻ RSS വിരോധി എന്നതായിരുന്നു പ്രതികരണം. നോബിൾ വാരിക്കാരൻ നൽകും വിശദാംശങ്ങൾ. നോബിൾ, ശശി തരൂരിന്റെ പ്രതികരണങ്ങൾ കൊണ്ട് തന്നെ കോൺഗ്രസിന് വലിയ തലവേദനയായിരിക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ. ദിഗ്വിജയ് സിംഗിന്റെ പ്രതികരണം എന്താണ് ഈ RSSനെയും മോദിയെയും പുകഴ്ത്താനുള്ളൊരു സാഹചര്യം പെട്ടത്? ഇന്നിപ്പോൾ സമൂഹ മാധ്യമത്തിലാണ് ആദ്യം ദിഗ്വിജയ് സിംഗ് ഈ RSSനെ പുകഴ്ത്തിക്കൊണ്ട് രംഗത്തേക്ക് വന്നത്. RSS സംഘടനാ ശക്തിയാണ് അദ്ദേഹം പ്രധാനമായും പുകഴ്ത്തുകയും ചെയ്തത്. പ്രധാനമന്ത്രി തലത്തിലേക്ക് RSS ഒരു സാധാരണ പ്രവർത്തകൻ എത്തിയെന്ന് നരേന്ദ്രമോദി ചൂണ്ടിക്കൊണ്ട് അദ്ദേഹം പറയുന്നു. അതുമാത്രമല്ല, LK അദ്വാനിയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇരിക്കുന്ന ഒരു പഴയ ചിത്രം പങ്കുവച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ പോസ്റ്റ് ഇട്ടത്. ഇന്നിപ്പോൾ കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി യോഗത്തിൽ സമാനമായ അഭിപ്രായം ദിഗ്വിജയ് സിംഗ് പറയുകയുണ്ടായി. അതിനുശേഷം നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട അദ്ദേഹം വ്യക്തമാക്കിയത്, സംഘടനാ തലത്തിലടക്കം പാർട്ടിക്കകത്ത് കോൺഗ്രസിന് വലിയ മാറ്റം ആവശ്യമുണ്ട്. താഴെത്തട്ടിൽ പാർട്ടി ചലിക്കുന്നില്ല. ആകെ ചലിക്കുന്നത് PCC അധ്യക്ഷന്മാർ വെക്കുന്ന നടപടി മാത്രമാണ്. മറ്റൊരു പ്രവർത്തനവും പാർട്ടി നടക്കുന്നില്ല. പാർട്ടി ശക്തിപ്പെടുത്തുന്നതിന്റെ താഴെത്തരത്തിൽ നടപടികൾ പറഞ്ഞത്. അതായത് RSSന്റെ സംഘടനാ സംവിധാനം കണ്ട് കോൺഗ്രസ് പഠിക്കണം. അതുമായി സൂചിപ്പിച്ചുകൊണ്ടാണ് അത്തരത്തിൽ സംഘടന അടിത്തട്ടിൽ പ്രവർത്തിക്കുന്ന രീതി അടക്കം അതുമായി ബന്ധപ്പെട്ടാണ് താൻ RSSനെ പുകഴ്ത്തിയത് എന്നാണ് ദിഗ്വിജയ് സിംഗ് ഇപ്പോൾ പറഞ്ഞു വെക്കുന്നത്. എന്താണെങ്കിലും ദിഗ്വിജയ് സിംഗിന്റെ പരാമർശം, അദ്ദേഹത്തിന്റെ എക്സ്പോസ്റ്റ് ഒക്കെ വലിയ തരത്തിൽ വിവാദം ആയിരുന്നു. ഇപ്പോൾ പ്രവർത്തക സമിതി യോഗത്തിലും അദ്ദേഹം അത് ആവർത്തിച്ചു എന്താണ് പ്രധാനപ്പെട്ട കാര്യം. എന്താണ് നിലവിലത്തെ സാഹചര്യത്തിൽ ദിഗ്വിജയ് സിംഗ് പറയുന്നത്, പാർട്ടി ശക്തിപ്പെടുത്താനാണ് ശ്രമിക്കുന്നത്. താനൊരു RSS വിരോധി തന്നെയാണ്. തനിക്ക് RSSുമായി ഒരു തരത്തിലുള്ള അടുപ്പമില്ല. താൻ RSSനെ പൂർണ്ണമായും എതിർക്കുന്നു. പാർട്ടി ശക്തിപ്പെടുത്താൻ വേണ്ടി താൻ നിർദ്ദേശം കൊണ്ടുവച്ചൊരു തെറ്റാണോ എന്നുകൂടി ദിഗ്വിജയ് സിംഗ് ചോദിക്കുകയാണ്. എന്താണെങ്കിലും RSSനെ പുകഴ്ത്തുക, പ്രത്യേകിച്ച് RSSന്റെ സംഘടനാ സംവിധാനത്തെ പുകഴ്ത്തിക്കൊണ്ട് അത്തരത്തിലേക്ക് കോൺഗ്രസിന്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് താൻ ഉദ്ദേശിച്ചതെന്നാണ് ദിഗ്വിജയ് സിംഗ് പറഞ്ഞു വെക്കുന്നത്. പക്ഷേ എങ്കിൽ പോലും അദ്ദേഹത്തിന്റെ പരാമർശം, അദ്ദേഹത്തിന്റെ എക്സ്പോസ്റ്റ് ഒക്കെ വലിയ തരത്തിൽ വിവാദമായിട്ട് കോൺഗ്രസിനെതിരെ പല ഘട്ടങ്ങളിൽ ശശി തരൂർ കോൺഗ്രസിനെ വിട്ടിലാക്കുന്ന RSSനെയും BJPയും പ്രധാനമന്ത്രിയൊക്കെ പുകഴ്ത്തിക്കൊണ്ടാണ്. സമാനമായ നിലയിൽ തന്നെ ദിഗ്വിജയ് സിംഗിനെ പോലെ ഒരു പ്രധാനപ്പെട്ട മുതിർന്ന നേതാവ് പറയുമ്പോൾ സ്വാഭാവികമായും അണികൾക്കിടയിലടക്കം വലിയ പ്രതിസന്ധി ഉണ്ടാക്കും, വലിയ ആശയക്കുഴപ്പം ഉണ്ടാകുന്ന യാതൊരു സംശയമില്ല. അതാണെങ്കിലും എതിരാളികളടക്കം ഇത് ആയുധമാക്കുകയും ചെയ്യും. നിലവിൽ ദിഗ്വിജയ് സിംഗ് പറഞ്ഞു വെക്കുന്നത് തന്റെ വാക്കുകൾ വളച്ചൊടുക്കിയാണ്. താൻ ഉദ്ദേശിച്ചത് കോൺഗ്രസ് ശക്തിപ്പെടുത്തുക തന്നെയാണ്. പക്ഷേ RSSന്റെ സംഘടനാ ശക്തിയെക്കുറിച്ച് താൻ പ്രതിപാദിച്ചുകൊണ്ട് അക്കാര്യം പറഞ്ഞു എന്നാണ് ദിഗ്വിജയ് സിംഗ് പറയുന്നത്. ഓക്കെ, സംഘടനാ തലത്തിലുള്ള കാര്യങ്ങൾ ശക്തിപ്പെടുത്താനുള്ള ഒരു പ്രതികരണം മാത്രമാണ്. അതുകൊണ്ടാണ് RSSനെ പുകഴ്ത്തി അത്തരം ഒരു പോസ്റ്റ് ഇട്ട് എന്നുള്ള വിശദീകരണമാണ് ദിഗ്വിജയ് സിംഗ് നൽകുന്നത്. നോബിൾ വാരിക്കാരനാണ് വിശദാംശങ്ങൾ നൽകിയത്.